എം.എ. ബേബി സ്ത്രീകൾക്കെതിരായ സൈബർ ആക്രമണങ്ങളും ഒറ്റപ്പെടുത്തിയുള്ള ആക്രമണ രീതികളും ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. സമൂഹ മാധ്യമങ്ങളിൽ എന്തും പറയാമെന്നുള്ള തോന്നൽ ആർക്കും വേണ്ട എന്നും എം.എ. ബേബി പറഞ്ഞു. സുഹൃത്തുക്കളെ, ഇന്ന് അവസാനം CPM നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ആ ഒരു എക്സിക്യൂട്ടീവ് എഡിറ്റർ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്മൃതി പരുത്തിക്കാട് ചാനലിൽ ഉണ്ടായിരുന്നില്ല. 2 ദിവസമായിട്ട് ചാനലിൽ ഉണ്ടായിരുന്നില്ല. അവരൊന്ന് മാറി നിൽക്കുകയായിരുന്നു. അതിഭീകരമായിട്ടുള്ള ആക്രമണം തന്നെയാണ് സ്മൃതി പരുത്തിക്കാടിന് നേരെ ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന ഞാനടക്കം അവരെ വിമർശിച്ചിരുന്നു. ആക്രമണമായിരുന്നില്ല, അവരെ വിമർശിച്ചിരുന്നു. ഒരൊറ്റ കാര്യത്തിന് പുറകിലാണ് നമ്മൾ അവരെ വിമർശിച്ചത്. അവർ പറഞ്ഞ ചില വാക്കുകൾ അത് നമ്മൾ വളരെയധികം സ്നേഹിക്കുന്ന വയനാട്ടുകാരെ അപമാനിക്കുന്ന തരത്തിലായിപ്പോയി എന്നുള്ള ഒരു വിഷയം കൊണ്ടാണ് നമ്മൾ അവരെ എതിർത്തത്. ഇനി എന്തുകൊണ്ടാണ് എതിർക്കുക? മീൻസ് അവർ പറയുന്ന ആശയം ശരിയല്ല. ആ ആശയം ഒരിക്കലും ഈ ഒരു പുരോഗമന ഈ ഒരു കാലഘട്ടത്തിൽ അത്തരം വാക്കുകളൊന്നും അതിഭീകരമായിട്ട് നാശനഷ്ടങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്ന, മാനസികമായിട്ട് 3 കുഞ്ഞുങ്ങളൊക്കെ നഷ്ടപ്പെടേണ്ടി വന്ന ഒരു അമ്മയെ അല്ലെങ്കിൽ ആ അമ്മയടക്കമുള്ള ആളുകളെ ഇത്തരം വാക്കുകൾ വെച്ചിട്ട് ഒരു തരത്തിലും പറയാൻ പാടില്ല എന്നതായിരുന്നു നമ്മളൊക്കെ മുന്നോട്ട് വെച്ചത്. കാരണം ഇവര് വളരെയധികം വിലയേറിയൊരു മാധ്യമപ്രവർത്തകയാണ്. വളരെ കാലമായിട്ട് മാധ്യമപ്രവർത്തനം നിൽക്കുന്ന ഒരാളാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിസം, സോഷ്യലിസ്റ്റ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരാൾ തന്നെയാണ് സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്നത്. ഒരു പ്രോ ലെഫ്റ്റ് ആണ് താൻ എന്നൊക്കെ വളരെ അധികം അഭിമാനത്തോടു കൂടിയിട്ട് വിളിച്ചു പറയുന്ന ഒരാൾ കൂടിയാണ് സ്മൃതി പരുത്തിക്കാട്. ഇങ്ങനെയൊക്കെയുള്ളൊരു മാധ്യമ പ്രവർത്തകയിൽ നിന്ന് എന്ത് മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിലായാലും ഇത്തരത്തിലുള്ള ചില വാക്കുകളൊന്നും പുറത്തു വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ ഒരു വിമർശന ആയുധം എന്ന് പറയുന്നത്. ഇവർ പറഞ്ഞ വാക്കുകളെ പറ്റിയിട്ട് ഇപ്പോൾ പലർക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ട്. ഇവർ അന്ന് ആ ചാനൽ ചർച്ചയിൽ ഉപയോഗിച്ച വാക്കുകൾ ഇതായിരുന്നു. അടക്കം കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് നൽകിയിട്ടും വീട് പണിത് കൊടുത്തു, അതിലേക്ക് താമസിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ നിമിഷം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് 13 പേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ കാണാൻ വരിക, എന്നിട്ട് നമിക്കുക, കാലിൽ തൊട്ട് വന്നിക്കുക, എന്നിട്ട് വരൂ പേര് അവിടെ ദുരന്തബാധിതരായ ആൾക്കാർ കണ്ടില്ലേ? അവരെ ആ ഒരു ദുരന്തബാധിതരായിട്ടുള്ള ജനങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രിയെയും ഒപ്പം തന്നെ രാജ്യം മിനിസ്റ്ററെയും കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഇലക്ഷൻ സമയത്ത് രാജ്യം മിനിസ്റ്ററെ കണ്ടു. അദ്ദേഹത്തോട് അപാരമായിട്ടുള്ള സ്നേഹബന്ധം ആ നാട്ടുകാർക്ക് മുഴുവനുണ്ട്. അത് അത്രയേറെ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കായിരിക്കും അങ്ങനത്തെ സ്നേഹബന്ധം അവരോട് കാണിക്കുന്നുണ്ടായിരിക്കുക. അതിനുശേഷം നമ്മുടെ മുഖ്യമന്ത്രിയും പോയി കണ്ടു. സ്വാഭാവികമായിട്ടും ഒരു പ്രായം ചെന്ന ഒരാളെന്ന നിലയ്ക്കായിരിക്കാം ആ വന്ന ചില ആളുകളൊക്കെ മുഖ്യമന്ത്രിയുടെ കാല് തൊട്ടു വന്ദിക്കുന്ന അവസ്ഥ കണ്ടായി. മുഖ്യമന്ത്രിക്ക് അത് തടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. ചില ഇത്തരം പ്രവർത്തികൾ നമുക്ക് തടുക്കാൻ പെട്ടെന്ന് കഴിഞ്ഞൊന്നുമില്ല. 19 വയസ്സൊരു മനുഷ്യനാണ്. നിങ്ങൾ കാല് പിടിക്കരുത് എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടുത്തൊരു മുരട്ടു സ്വഭാവമായിട്ട് ഒരുപക്ഷെ ചാനലിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നതിനാൽ ആ സമയത്ത് മുഖ്യമന്ത്രി അവിടെ ഇരിക്കുക തന്നെയാണ് ചെയ്തത്. ഇതെല്ലാം എടുത്തുകൊണ്ടാണ് സ്മൃതി പരുത്തിക്കാട് അതൊരു രാഷ്ട്രീയ നാടകമാണ്, ഈ LDFന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നാടകമാണ് അവിടെ കളിച്ചത് എന്ന രീതിയിലായിരുന്നു സ്മൃതി പരുത്തിക്കാട് അതിനെപ്പറ്റി പറഞ്ഞത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിമർശനത്തിന് കാരണമായി. കാരണം അതിന് പിറ്റേ ദിവസം കൈരളി ചാനല് ആ അമ്മയെ കാണാൻ വേണ്ടി പോയി. എവിടേക്ക്? നമ്മുടെ ഇവിടേക്ക്. ഐ എം സോ സോറി, ഒരു മിനിറ്റ്. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു ഉപകരണം ഇവിടെ നാശമായി. എന്തായാലും ആ അമ്മയെ കാണാൻ വേണ്ടി പോകുന്നു. പിറ്റേ ദിവസം തന്നെ അത് കാണാൻ വേണ്ടി പോയപ്പോൾ അവരതിനെ വീഡിയോ എടുത്തു. വീഡിയോ എടുത്ത സമയത്ത് തന്നെ അവരെ ആ അമ്മ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരിക്കലും ആരെങ്കിലും പറഞ്ഞു പോയതല്ല, ഞങ്ങൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് പോയത്. ഇത് ഇങ്ങനെ അവർ പറഞ്ഞേ. സങ്കടം തോന്നി. എന്താ വെച്ചാൽ എന്റെ മനസ്സ് നിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്, അല്ലാതെ ആരും പറയിപ്പിച്ചിട്ട് വന്നതല്ല. അന്ന് പോയത് ആരെങ്കിലും നിർബന്ധിച്ചിട്ടായിരുന്നോ? ഒരിക്കലല്ല, എനിക്ക് അവരെ കാരണം തോന്നി അങ്ങനെ പോയത്. രാജ്യം മിനിസ്റ്ററിയും അതുപോലെ മുഖ്യമന്ത്രി 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടൊരമ്മയാണ്. 3 കുഞ്ഞുങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടൊരമ്മയാണ്. രാജ്യം മിനിസ്റ്ററുടെ അപാരമായിട്ട് സ്നേഹം എന്തോ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അവര് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണേ. ശരിക്കും എന്റെ മക്കളത്തേക്ക് ഒന്നുകൂടായിരുന്നു, മക്കളത്തേക്ക് ഒന്നും കൂടെ ആയിരുന്നു ജയിച്ചിട്ട്. ഈ മക്കളടുത്തേക്ക് ഒന്നുകൂടെ വരണം എന്ന് പറയുന്നത്
ആ 3 മക്കളും ഈ ഭൂമിയിൽ ഇല്ല എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ. അവരാ ദുരന്തത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയവരാണ്. അവരുടെ കുഴിമാടത്തിനടുത്തേക്ക് താങ്കൾ വരണം ജയിച്ചിട്ട് എന്ന് പറയുന്ന ഒരു വാക്കിനുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ രീതിയിലാണ് അതിനെ നമ്മൾ കാണേണ്ടത്? ഞാൻ ഒരിക്കലും അതിനെ നാടകമെന്നൊന്നും പറയില്ല, 1% പോലും പറയില്ല. എനിക്കിത് പറയുമ്പോഴേ സങ്കടം വരുന്നുണ്ട്. ആ അമ്മയുടെ ഒരു അവസ്ഥയിലൂടെ നമുക്കൊന്നും കടന്നു പോകാൻ പറ്റില്ല. നമ്മൾ കടന്നു പോവില്ല. നമ്മൾക്ക് നമ്മുടെ ജീവിതം ചിലപ്പോൾ അവസാനിപ്പിച്ചിരിക്കാം. അത്രയ്ക്ക് ഭീകരമായ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയെ നാടകം എന്ന കണ്ട് വിളിച്ചപ്പോഴേ നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ദേഷ്യം തോന്നിപ്പോയി ആ ഒരു മാധ്യമപ്രവർത്തകരോട്. അതുണ്ടായത് പല ആളുകളും പല രീതിയിലാണ് പ്രതികരിച്ചത്. ഞാൻ വിമർശിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും വിമർശിച്ചിട്ടുണ്ട്. ആ ഒരു വാക്ക് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. താങ്കൾ തീർച്ചയായിട്ടും മാപ്പ് പറയണം. മാപ്പെന്ന വാക്കൊക്കെ എത്ര സുന്ദരാണ് അല്ലേ? നമ്മുടെ കയ്യിൽ ഒരു അബദ്ധവശാൽ പോലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു സോറി പറഞ്ഞാൽ കിട്ടുന്ന ഒരു ആനന്ദമില്ലേ, ഒരു സന്തോഷമില്ലേ, ഒരു നെഞ്ചിൽ നിന്നുള്ള ഒരു കൊഴിഞ്ഞുപോക്കില്ലേ? അതൊക്കെ അതിലൂടെയൊക്കെ പോകണം മനുഷ്യരായാൽ എന്നുള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ പറഞ്ഞേ. എന്തായാലും ഇപ്പൊ സംഭവിക്കുന്നത് ഒരല്പം കടന്നുപോയ എന്താ പറയുക പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ചില ആളുകളൊക്കെ ചില പേജുകളൊക്കെ അത് ഭീകരമായിട്ട് ഇവരുടെ AI ഫോട്ടോസുകളും മറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവരത് ഭീകരമായിട്ട് ലിഞ്ചിങ് നടത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയ ലിഞ്ചിങ് നടത്തുന്നുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. സോഷ്യൽ മീഡിയയിലായാലും പുറത്തായാലും ഒരു സ്ത്രീയെ ആക്രമിക്കപ്പെടുന്ന ഏതൊരു രീതിയും ഒട്ടും ശരിയല്ല എന്ന് തന്നെ ഞാൻ പറയുക. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ആരെങ്കിലും ആ വഴിയിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ്. നമുക്ക് വിമർശിക്കാം, മാധ്യമപ്രവർത്തകയും പ്രധാനമന്ത്രി അടക്കം നമുക്ക് വിമർശിക്കാം. അത് പ്രധാനമന്ത്രിയല്ല വിമർശിക്കുന്നത്, അവരുടെ ആശയങ്ങളെ വിമർശിക്കുന്നത്. ഇവിടെ ഞാനടക്കമുള്ള ആളുകള് സ്മൃതി പരുത്തിക്കാടിനെയല്ല വിമർശിക്കുന്നത്. സ്മൃതി പരുത്തിക്കാടിൽ നിന്ന് വന്ന അവരുടെ ആശയമുണ്ടല്ലോ, നാടകം എന്നുള്ള അത്തരം വാക്കുകളെയാണ് വിമർശിക്കുന്നത്. അവരോട് നമുക്ക് എന്ത് ദേഷ്യം? ഒറ്റ ദേഷ്യമില്ല. അവരുടെ ഒരു തരത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ളൊരു എന്താ പറയുക ദേഷ്യമോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദേഷ്യമോ അതുപോലെ സ്നേഹം ഒന്നുമില്ല, ഒരു നിർമ്മമതയാണ്. പക്ഷേ അത്തരത്തിലുള്ളൊരു മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ലാത്ത വാക്കുകളാണ് പുറത്തു വന്നത് എന്നതിനാലാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്ര ഭീകരമായിട്ട് ഇവർക്കെതിരെ ഇങ്ങനെ ഒരു ക്യാമ്പയിനൊക്കെ നടക്കുന്നത് തോന്നിപ്പോകുന്നു. എന്തൊക്കെയായാലും ഒരു സ്ത്രീക്കെതിരെയുള്ള അവരെ അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ ശരിയല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ. നിങ്ങൾ എത്ര പേര് എന്നോടൊപ്പം നിൽക്കുന്നു എനിക്ക് വെളിപ്പെടുത്തൊന്നുമില്ല. പക്ഷെ എൻ്റെ ആശയം പറഞ്ഞു വെക്കൂ, ഏത് തരത്തിലും ഒരു സ്ത്രീക്കെതിരെയുള്ള ആക്രമണങ്ങളും ശരിയല്ല എന്ന് തന്നെയാണ് എന്തൊക്കെ തന്നെയായാലും എൻ്റെ അഭിപ്രായം. ഞാൻ അവസാനിപ്പിക്കാൻ സുഹൃത്തുക്കളെ, ബൈ.